മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജ് വെള്ളിത്തോട് പ്രദേശത്തുള്ള 11 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്കായി വാങ്ങിയത്. എന്നാൽ ഇത് തോട്ടഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസറുടെ കണ്ടെത്തൽ. തോട്ടഭൂമിയിലെ കാപ്പിച്ചെടികൾ പിഴുതെടുത്ത് തരം മാറ്റിയെന്ന് കാണിച്ച് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് റിപ്പോർട്ട് നൽകി. ലാൻഡ് ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ സ്ഥലം മറ്റു ഉപയോഗങ്ങൾക്ക് വിലക്കുള്ള തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തി. കണിയാമ്പറ്റ സോണൽ ലാൻഡ് ബോർഡ് ഭൂവുടമയായ മൊയ്തു കല്ലങ്കോടന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ മാസം 16-ന് ലാൻഡ് ബോർഡ് ഓഫീസിൽ നേരിട്ടെത്തി തരം മാറ്റലിന് കാരണം വിശദീകരിക്കാനാണ് നോട്ടീസ്. ഇല്ലെങ്കിൽ തുടർ നടപടികളുണ്ടാകും. ചൂരൽമല പുനരധിവാസത്തിനായി സന്നദ്ധ സംഘടനകൾ കണ്ടെത്തുന്ന ഭൂമി നിയമക്കുരുക്കിൽപ്പെട്ടാൽ സർക്കാർ ഉത്തരവാദിയാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കുന്നു. പ്രയാസമാകില്ലേ? ആകുമല്ലോ. അങ്ങനത്തെ ഭൂമി മേടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ സർക്കാർ ഇത്ര വലിയ യുദ്ധം നടത്തിയിട്ട് ഇവിടെ നിയമയുദ്ധം നടത്തിയിട്ട് ഇവിടെ ഭൂമി മേടിച്ചത്. സന്നദ്ധ സംഘടനകളോടെല്ലാം ഞങ്ങൾ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭൂമിക്ക് നിയമപ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉപസമിതി കൺവീനർ പി കെ ബഷീർ MLA പ്രതികരിച്ചു. ക്ലിയർ ആണ്. നമ്മളൊരു കോൺട്രിബ്യൂഷൻ വളരെ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാവരും വേണ്ടില്ല വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത്. അതേസമയം മുസ്ലിം ലീഗ് റിയൽ എസ്റ്റേറ്റ് താൽപര്യത്തിന് വേണ്ടി മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ വഞ്ചിച്ചുവെന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. ഒരു വിഭാഗം ജനതയെ ഈ ഏറ്റവും മനോഹരമായ ഒരു ടൗൺഷിപ്പിൽ നിന്ന് അവരെ പറഞ്ഞു പറ്റിച്ച് യഥാർത്ഥത്തിൽ ഒരു ഉപയുക്തമല്ലാത്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എപ്പോ നിർമ്മാണം നടക്കും എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടായിട്ടാണ് ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി 1000 സ്ക്വയർ ഫീറ്റുള്ള 105 വീടുകൾ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് പദ്ധതി. 13 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഭൂമി വാങ്ങിയത്. 2 മാസം മുമ്പ് തറക്കല്ലിടൽ നടത്തിയെങ്കിലും പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. സർക്കാർ ലിസ്റ്റിലുണ്ടായിരുന്ന 82 കുടുംബങ്ങളാണ് സഹായം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായത്. നിയമക്കുരുക്കഴിക്കാൻ മുസ്ലിം ലീഗ് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ദുരിതബാധിതർ പെരുവഴിയിലാകും. വയനാട്ടിൽ നിന്നും M കമലിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.